ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളോട് തിരുവചനം സംസാരിപ്പാൻ എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി വില കൊടുക്കുകയും അതിനുവേണ്ടി ദിനംതോറും ഒരുക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഹാർദമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ വിലപ്പെട്ട ഹൃദയം ഞാൻ എന്നിലേക്ക് അല്പസമയം ക്ഷണിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഷയം, ഭൂമിയിലുള്ളത് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരും ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വിസ്മരിക്കപ്പെടാതെ പോകുന്ന ഒരു വിഷയമാണ് ഈ വിഷയം. വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ നമുക്കായിരിക്കാം. ഞാൻ രണ്ട് വിശുദ്ധന്മാരെ കുറിച്ച് അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ രണ്ട് വാക്കുകൾ കാണുന്നു: ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിച്ചാൽ എന്താണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റമുണ്ടാകും? ഞാൻ ധന്യനായ പൗലൂസിനെ തന്നെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിപ്പാൻ പ്രധാന വ്യക്തിയായി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നോക്കുക, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗൽ ഇങ്ങനെയാണ് പറഞ്ഞത്: സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. അപ്പോൾ നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ, ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ കൊണ്ട് നിറയാൻ തുടങ്ങും. പോള് തന്റെ വിശ്വാസികളെ സഹോദരങ്ങളുടെ ഇടയിൽ ചെന്നപ്പോൾ അവർ ആകപ്പാടെ വല്ലാത്ത വേദനയിൽ കഴിയുകയാണ്. അവർ മാനസികമായി തകർന്നിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ആരാധനയുണ്ട്, അവർ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്നാനം കഴിഞ്ഞവരാണ്. പക്ഷേ ഈ വിശുദ്ധ കൂട്ടം ദുഃഖത്തിലാണ്, പ്രത്യാശയില്ലാതിരിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവർ രക്ഷിക്കപ്പെട്ടു എങ്കിലും, അവർ സ്നാനപ്പെട്ടെങ്കിലും, അവർ ദൈവസന്നിധിയിൽ വന്നെങ്കിലും അവർ ഭൂമിയിലുള്ളത് അന്വേഷിക്കാൻ തുടങ്ങി, ഭൂമിയിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പോള് പറയുകയാണ്: നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. ആമേൻ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവർ, ഇന്നും നമ്മുടെ പ്രത്യാശ എന്താണ്? ഇവരുടെ ഈ സഭയുടെ ഏറ്റവും വലിയ വിഷയം എന്ന് ചോദിച്ചാൽ, ഇവർ ദുഃഖിക്കാനുള്ള കാര്യം, തങ്ങളുടെ പിതാക്കന്മാർ മാതാക്കന്മാർ നിദ്ര കൊണ്ടു, പക്ഷേ ഇനി ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ മുഖാമുഖമായി കാണാൻ കഴിയുമോ എന്നൊരു ചിന്ത അവിടെ ഇടയിൽ ഉണ്ടാകാൻ തുടങ്ങി. ഒരു ദുരുപദേശത്തിന്റെ ശക്തി അതിനകത്ത് കയറിയപ്പോൾ ഇവർ പ്രത്യാശയില്ലാതെയായി മാറി. അതിനാണ് 16-ൽ പൗലൂസ് പറഞ്ഞു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കർത്താവിന്റെ കാഹള ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ രൂപാന്തരപ്പെടും. ഞാൻ പോളിനോട് ചോദിക്കുക, പോളെ, ഈ പ്രത്യാശ നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഈ കാഴ്ചപ്പാട് എവിടെന്നാ കിട്ടിയത്? പോളിന് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഞാൻ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ, ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, ഉയരത്തിൽ നിന്ന് എനിക്ക് ഞാൻ പ്രാപിച്ചെടുത്ത കാര്യമാണ് എൻ്റെ ഉള്ള് പ്രത്യാശ കൊണ്ട് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, മരിച്ചവർ ഈ മണ്ണിൽ നിന്നും ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ് വരും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ കാഹളധ്വനി കേൾക്കുമ്പോൾ ഈ മണ്ണ് വിട്ട് പുനരുത്ഥാന ശരീരം പ്രാപിച്ചവരായി കർത്താവിനെ എതിരേൽപ്പാൻ
ചെല്ലുമെന്നുള്ള ഉറപ്പ് പൗലോസ് ലഭിച്ചു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ വായിച്ച ഭാഗം നോക്കണം. നമ്മൾ എല്ലാവരും മരിക്കുമെന്നേ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. പക്ഷേ മരണത്തിന് ശേഷം ഒരു കാഹളശബ്ദമുണ്ട്. ഈ കാഹളശബ്ദം ആർക്ക് വേണ്ടിയാണ്? മരിച്ചു കിടക്കുന്ന വിശുദ്ധന്മാർ ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലും വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഭക്തന്മാർ ഈ മണ്ണ് വിട്ട് വിണ്ണിലേക്ക് ഉയരപ്പെടുവാനിടയാകും. ഒരുപക്ഷെ നമ്മളെ അടക്കാൻ റവറന്റുമാർ വന്നില്ല, അച്ഛന്മാർ വന്നില്ല, ബിഷപ്പുമാർ വന്നില്ല, സെൻട്രൽ പാസ്റ്റർമാർ വന്നില്ല, കോർപ്പറേഷൻകാർ കൊണ്ടുപോയി എവിടെയോ കുടിച്ചിട്ടു, കിടന്നോട്ടെ. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഉയരത്തിലുള്ളത് അന്വേഷിച്ചവൻ, ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് അനുദിനം നടക്കുന്ന ഓരോ ഭക്തനും ഒരു പ്രത്യാശയുണ്ട്. കാഹളം ധ്വനിക്കും. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, ഈ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിനകത്ത് വന്നിട്ടുണ്ടോ? ഈ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിനകത്ത് എന്നും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന വ്യക്തിയാണ്, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അവർക്കൊരു പ്രത്യാശയുണ്ട്. ഈ മണ്ണിൽ ഞാൻ മറഞ്ഞു പോയാലും ഒരു ദിവസം ഞാൻ ഈ മണ്ണ് വിട്ട് ഉയരത്തിലെത്തുവാനിടയാകും. ഒരു പക്ഷേ ഞാൻ ജീവനോട് ശേഷിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കാഹള ശബ്ദത്തിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്നും ഈ ശരീരം വിട്ട് ഞാനൊരു പുനരുത്ഥാന ശരീരം പ്രാപിച്ച് ഉയരത്തിൽ പോകുവാനിടയാകും. ഇതാണ് ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവനും കിട്ടുന്ന, ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പല സഭകൾക്കും, പല പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് പോലും ഈ കാഴ്ചപ്പാട് വരുന്നില്ല, ഈ പ്രത്യാശയില്ല. നൂറുകണക്കിന് ആൾക്കാർ സഭയിൽ വരുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ സഭയിൽ വരുന്നു. ഈ ആയിരക്കണക്കിന് വരുന്ന ഈ വിശ്വാസികളിൽ മരണാന്തര ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. അവർക്കൊന്നും അറിയത്തില്ല. കാരണം എന്താണ്? അവർ ആലയത്തിൽ വന്നത് ഭൂമിയിലുള്ളത് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചിന്തിച്ചാണ് അത് വരുവാനിടയായത്. ആകയാൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന വിശുദ്ധന്മാരെ, ഉയരത്തിലുള്ള ചിന്തിക്കുന്ന വിശുദ്ധന്മാരെ, നമ്മൾ പ്രത്യാശ ഇല്ലാത്തവരല്ല, നമ്മൾ പ്രത്യാശയുള്ളവരാണ്. ഹല്ലേലൂയ. 2 പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പൗലോസ് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഉയരത്തിൽ ഉള്ളത് അന്വേഷിക്കുമ്പോൾ, ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യാശ, പൗലൂസിന് 2 പൗരത്വമുണ്ട്. പക്ഷെ അത് പോരാഞ്ഞിട്ട് പൗലൂസ് ഉയരത്തിലുള്ളത് ചിന്തിച്ചപ്പോൾ പുള്ളിക്ക് കിട്ടിയ ഒരു ദർശനമാണ്, ഞങ്ങളുടെ പൗരത്വം ഇവിടെയല്ല. സ്തോത്രം. നമ്മൾ എപ്പോഴും പാടാറുണ്ട്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശി എന്ന് പാടുന്നവരായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിച്ചവരായി നാം ഇവിടെ ആയിരിക്കുന്നെങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിനകത്ത് അനുദിനം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നമ്മുടെ മനസ്സ് പറയും, നിന്റെ ദേശം ഇവിടെയല്ല, നിന്റെ പൗരത്വം ഇവിടെയല്ല, ഇവിടെ താൽക്കാലിക വാടകക്കാരാണ്, താമസിക്കാതെ എൻ്റെ സ്വന്തം ദേശത്തേക്ക് പോകും. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിയെ, നാളുകളായി ദൈവസഭയിൽ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അന്യഭാഷ പറയുന്നു, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ ദർശനം, ഈ പ്രത്യാശ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളും ഞാനും ഈ ഭൂമിയെ അന്വേഷിക്കുന്ന വിശുദ്ധന്മാരായി ജീവിക്കുകയാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ ഏറ്റവും വലിയ പ്രത്യാശ, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാവും എന്നതിന്റെ അർത്ഥം, ഞാനിവിടെ വാടകക്കാരനാണ്, ഞാനിവിടെ താൽക്കാലിക കുറച്ചു നാളത്തേക്ക് എൻ്റെ ജീവൻ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ താമസിക്കാതെ എൻ്റെ ദേശത്തേക്ക് ഞാൻ പോകും. ആ പ്രത്യാശ അനുദിനം പൗലോസ് അപ്പോസ്തലനെ ഭരിച്ചുകൊണ്ടിരിക്കുവാനിടയായി. കാരണം എന്താണ്? അത് ഉയരത്തിലുള്ളത് ചിന്തിച്ചപ്പോൾ, ഉയരത്തിലുള്ളത് അന്വേഷിച്ചപ്പോൾ,
തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രത്യാശ അതാണ്, ഞാൻ ഇവിടത്തുകാരനല്ല. നിങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിയുമോ? ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഇന്ത്യയുടെ ഒരു പൗരത്വം നിങ്ങൾക്ക് കാണുമായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തിന്റെ പൗരത്വം കാണുമായിരിക്കാം. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇത് നമ്മുടെ സ്വന്തം ദേശമല്ല. നമുക്കൊരു സ്വന്തം ദേശമുണ്ട്. അതിന്റെ പേരാണ് നിത്യത. അവൻ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു. അവൻ സ്ഥലമൊരുക്കിയാൽ അവൻ ഇരിക്കുന്നിടത്ത് എന്നെയും കൊണ്ടുപോകുവാൻ യേശു വേഗം വരാൻ പോവുകയാണ്. ഈ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിനകത്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭൂമിയെ അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വിശുദ്ധനായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പൗലൂസ് പറയുന്ന അടുത്ത വാക്ക് നോക്കണം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നതും ലാഭവുമാകുന്നു. പോളെ, ഇത് എങ്ങനെയാണ് നിന്റെ ഹൃദയത്തിനകത്ത് ഈ ഒരു ചിന്ത നിന്റെ ഉള്ളിനകത്ത് കയറിയത്? പൗലൂസ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനല്ല, ഒരു അസാധാരണ മനുഷ്യനായിരുന്നു, അറിയപ്പെടുന്ന മനുഷ്യനായിരുന്നു, ഒരു ബുദ്ധി രാക്ഷസനായ മനുഷ്യൻ. ഇപ്പോൾ പുള്ളി പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. എന്ന് വെച്ചാൽ ഞാൻ ഈ ഭൂമിയിൽ താൽക്കാലികക്കാരനാണ്, താൽക്കാലികമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇത് തിരിച്ചറിഞ്ഞ പൗലൂസ് പറയുകയാണ്, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ഇനി ഞാൻ മരിക്കുന്നുവെങ്കിലോ അതെനിക്ക് ലാഭമാണ്. എന്ന് വെച്ചാൽ പുള്ളി മരണത്തെ ഭയപ്പെടുന്നില്ല, മരണത്തെ പുള്ളി ലാഭമായി കാണുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധന്മാരെന്ന് പറയുന്ന ഞാനും നിങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കൊച്ചു തലവേദന വന്നാൽ മതി, ഡോക്ടർമാർ പറയും സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കാണും. അല്പം BP കൂടുമ്പോൾ, അല്പം ഷുഗർ കൂടുമ്പോൾ മരിക്കുമോ, ഞാൻ ഇപ്പോഴും മരിച്ചു പോകുമോ എന്നൊരു ചിന്തയല്ലേ? എന്നാൽ പോൾ പറയുന്നത് നോക്കണം, മരിക്കുന്നത് എനിക്ക് ലാഭം. കാരണം എന്താണ്? താൻ ഉയരത്തിലുള്ളത് ചിന്തിച്ചപ്പോൾ, ഉയരത്തിലുള്ളത് അന്വേഷിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഉയരത്തിൽ പോകുന്നത് എനിക്ക് ലാഭമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇനി നോക്കണം, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം വായിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിനകത്ത് വന്ന പ്രതിസന്ധികൾ പുള്ളി പറയുക, നഗ്നത വന്നാലും, ഉടുക്കാൻ തുണിയില്ലെങ്കിലും, കഴിക്കാൻ ആഹാരമില്ലെങ്കിലും, ആപത്ത് ഒന്നിനു പുറകെ ഒന്ന് വന്നാലും, എനിക്ക് നേരെ വാളോങ്ങുന്ന വ്യക്തികൾ എഴുന്നേറ്റ് വന്നാലും, ഉപദ്രവം സഹിച്ചാലും, സങ്കടം ജീവിതത്തിൽ പൊങ്ങി വന്നാലും, കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ കൂടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ പൗരത്വം ഇവിടെയല്ലല്ലോ, ഞാൻ ഇവിടെ താൽക്കാലികമായി ജീവിക്കുന്നവനാണല്ലോ. ഹല്ലേലൂയ. ഞാൻ നിത്യതയെ കുറിച്ച് ഞാൻ ഉയരത്തുള്ളത് അന്വേഷിച്ചപ്പോൾ, ഉയരത്തുള്ളത് ചിന്തിച്ചപ്പോൾ എനിക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പ്രിയമുള്ളവരെ, നാം ഇവിടെ നിന്ന് അല്പനേരം ചിന്തിക്കണം. ഒരു നേരത്തെ അന്നം കുറഞ്ഞു പോയാൽ, ഒരല്പവേദന ജീവിതത്തിൽ വന്നു പോയാൽ, അല്പം കഷ്ടത ജീവിതത്തിൽ വന്നു പോയാൽ, നമ്മൾ എന്തെല്ലാം ദൈവത്തിന് നേരെ പറയുകയാണ്. നമ്മളുടെ ജീവിതാത്മീയതയിൽ നിന്നും നമ്മൾ എത്രയോ അകന്നു പോവുകയാണ്. ഈ കാരണം എന്തെന്നറിയണ്ടേ? നമ്മൾ ഭൂമിയിലുള്ളത് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരായതുകൊണ്ടാണ്. ആകയാൽ പൗലൂസിനെ പോലെ ഉയരത്തുള്ളത് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ, ഉയരത്തുള്ളത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, വേദനകൾ, നഗ്നതകൾ, ഒറ്റപ്പെടലുകൾ, നിന്ദകൾ, ജീവിതത്തിലെ സങ്കടങ്ങൾ, കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാനിടയാകും. ഇതിനെ പൗലൂസിനെ പ്രേരിപ്പിച്ച കാരണം, പൗലൂസിനെ ഇതിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യം, അവൻ ഉയരത്തുള്ളത് അന്വേഷിച്ചു, ഉയരത്തുള്ളത് ചിന്തിച്ചു. ഇനി അടുത്തൊരു വാക്യം കൂടി ഞാൻ പറയട്ടെ. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറാണ്. തന്നെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ, തല ഛേദിക്കാൻ കൊളോസിയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, താൻ 2 സൈഡിൽ നിന്ന ജനത്തോട്
പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ ദൈവ തേജസ്സിന്റെ നിറവിൽ നിന്നുകൊണ്ട്, ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ജയാളിയെ പോലെ പുള്ളി പറഞ്ഞ വാക്കാണ്, ഞാൻ നല്ല പോർ പൊരുതു. ഒരു പടയാളിയെ പോലെ അവൻ ജയിച്ചവനായി പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു. രണ്ടൊരു ഓട്ടക്കാരനെ പോലെ ഞാൻ എന്നെ ഏൽപ്പിച്ച ഫിനിഷിംഗ് പോയിന്റ് ഞാൻ എത്തി. എന്റെ വിശ്വാസം ഞാൻ കാത്തു. ഇനി എനിക്ക് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കണ്ടോ, പോള് ഉയരത്തിലുള്ളത് അന്വേഷിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ അടുത്ത സെക്കൻഡിൽ തല ഉടലും രണ്ടായി മാറാൻ പോവുകയാണ്. പൗലൂസിനെ നന്നായിട്ടറിയാം, തന്റെ മുമ്പിൽ നിൽക്കുന്ന വാളിനെ നന്നായിട്ടറിയാം. തന്റെ മുമ്പിലുള്ള നിയമം വായിച്ച് കേൾപ്പിച്ചതാ, പുള്ളി കണ്ടതാ നിയമം. അടുത്ത് തനിക്ക് എന്ത് സംഭവിക്കാൻ പോകുമെന്ന് തനിക്കറിയാം. പക്ഷേ പുള്ളിയുടെ ഉള്ളിനകത്തുള്ള ദൈവം കൊടുത്ത ദർശനത്തിൽ താൻ വിളിച്ചു പറയുക, ഞാൻ നല്ല പോർ പൊരുതു. എന്റെ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ നല്ല പോർ പൊരുതെന്ന്, ഓട്ടം തികച്ചെന്ന്, വിശ്വാസം കാത്തെന്ന്? പോളിന് പറയാനിടയായ ഒറ്റ കാര്യം, പുള്ളി ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് അന്വേഷിച്ചപ്പോൾ പുള്ളിയുടെ ലൈഫിൽ തന്റെ മുമ്പിൽ നിന്ന വാളല്ല വിഷയം, നീതിയുടെ കിരീടം കാണാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു വാക്യം കൂടി ഞാൻ പറയട്ടെ. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 35-ാം വാക്യം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യം. ഇനി എത്രയും കാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇതെല്ലാം ലഭിക്കാനുള്ള കാര്യം, ഈ ഒരു ദർശനം, ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു ആത്മീയ തേജസ് തനിക്ക് ലഭിക്കുവാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, താൻ ഭൂമിയിലുള്ളതല്ല അന്വേഷിച്ചത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിത്യതയുടെ വെളിപ്പാട് കണ്ടവന് മാത്രമേ, നിത്യതയിൽ നോക്കി പോകുന്നവന് മാത്രമേ, നിത്യതയെ കുറിച്ച് ചിന്തിക്കുന്നവന് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതേ എന്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശത്തിൽ കൂടി ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. നിങ്ങളും ഞാനും ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയാണോ അതോ ഭൂമിയിലുള്ളത് അന്വേഷിക്കുകയാണോ? ഉയരത്തിലുള്ളത് ചിന്തിക്കുകയാണോ അതോ ഭൂമിയിലുള്ളത് ചിന്തിക്കുകയാണോ? ഒരു ഭക്തന്റെ ഉയരത്തിൽ നോക്കുന്ന ഭക്തനെ കുറിച്ചാണ് ഞാനിവിടെ അല്പസമയം നിങ്ങളോട് സംസാരിക്കാനിടയായത്. ഈ ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും വരാത്ത കാലം, നിത്യതയുടെ വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് വരാത്ത കാലം, ഞാനിവിടെ ഒരു താൽക്കാലികമായിട്ട് ജീവിക്കുവാൻ ദൈവം കുറച്ച് ആയുസ് തന്ന് ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. എനിക്ക് സ്വന്തമായൊരു ഭവനമുണ്ട്. യേശു എന്നെ ചേർക്കാൻ വരികയാണ്. പ്രത്യാശ എന്റെ ഹൃദയത്തിനകത്തുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കാകളൊന്നിരിക്കുമ്പോൾ, ഞാനിവിടെ മണ്ണിലായിരുന്നാലും വിണ്ണിലായിരുന്നാലും, ഞാൻ മണ്ണിൽ മറയപ്പെട്ടാലും ഇല്ല എങ്കിലും ഞാൻ ഉയർത്തപ്പെടുമെന്നുള്ള പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷ. കഷ്ടതയും വേദനയും എന്തൊക്കെ വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും പിന്മാറാൻ പറ്റാത്തൊരു ബന്ധമാണ് യേശുവിന്റെ ബന്ധമെന്നുള്ള ആ ചിന്ത വരണമെങ്കിൽ നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഇനി നിങ്ങൾ നോക്കുക, വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഭൂമിയിലുള്ളത് അന്വേഷിച്ച വിശുദ്ധന്മാർ, അവർ രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു, അവർ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നു, അവർ കൈയടിക്കുന്നു, അവർ ദൈവനാമത്തിനുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട്, കൂട്ടായ്മകൾ പോകുന്നുണ്ട്, വലിയ ആത്മീയമായ തികഞ്ഞ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. പക്ഷേ അവരുടെ കണ്ണ് മുഴുവൻ ഭൂമിയിലാണ്. അവർ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ചു നടക്കുന്നവരാണ്. അതിന് വേദപുസ്തകം എന്താണ് പറയുന്നത്? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം. അവരുടെ ക്വാളിറ്റി, അവരുടെ സ്വഭാവം. അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുവായി നടക്കുന്നു. കണ്ടോ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ നിറഞ്ഞു, വലിയ പ്രവാചകന്മാരാണ്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഭൂമിയിലുള്ളത് അന്വേഷിക്കുകയും ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവരുടെ സ്വഭാവം അവർ ക്രൂശിന്റെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയർ, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു.
കേട്ടോ, അവരുടെ 3 പ്രധാനപ്പെട്ട ക്വാളിറ്റി. ഒന്ന്, അവരുടെ ദൈവം അവരുടെ വയർ. പ്രസംഗിച്ച് വയറ് നിറയ്ക്കുന്നവർ, പ്രവചിച്ച് വയർ നിറയ്ക്കുന്നവർ. എവിടെ പ്രവചിച്ചാലും 10 രൂപ കിട്ടണം, എവിടെ പ്രസംഗിച്ചാലും 10 രൂപ നേടണം. സ്തോത്രം. ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അതിൽ നിന്നൊരു 10 രൂപ കിട്ടണം. എന്റെ കുടുംബത്തിനകത്ത് ആ നന്മ വരണം, എന്റെ ബാങ്കിൽ പൈസ വരണം. ഇത് സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിന്. പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു, അവർ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നു, അവർക്ക് പ്രവചനമുണ്ട്, അവർക്ക് അത്ഭുത രോഗശാന്തികളുണ്ട്. പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ദൈവം വയർ. ഹല്ലേലൂയ. അവരുടെ ദൈവം വയർ. ഇനി ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. കണ്ടോ, ലജ്ജയായതിൽ അവർക്ക് മാനമാ. വിശുദ്ധ വേദപുസ്തകത്തിൽ ലജ്ജ എന്ന് പറയുന്ന കാര്യത്തിൽ അവർക്ക് മാന്യത ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ലോകത്തെ പ്രസാദിപ്പിക്കുക, ലോക ഇൻപങ്ങളിൽ കൂടി ആത്മീയത കൊണ്ടുപോവുക. എന്തൊക്കെ പരിപാടികളാണ് ഇന്ന്! ഇതെല്ലാം ഭൂമിയിലുള്ളത് ചിന്തിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അവിടെ നടക്കുന്ന അന്യഭാഷയാണ്, അവിടെ നടക്കുന്ന കയ്യടിയാണ്, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു. പക്ഷേ ലജ്ജയായതിൽ അവർക്ക് മാന്യത തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി പറയുന്നു, മാന്യത തോന്നുന്നു. അവരുടെ ദൈവം വയർ. ലജ്ജയായവർക്ക് മാന്യത തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർക്ക് നിത്യതയെ കുറിച്ച് ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ട. ഭൂമിയിൽ ഇവിടെ നിനക്ക് എന്ത് കിട്ടും? നീ പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? ഉപവസിച്ചാൽ എന്ത് കിട്ടും? സ്നാനപ്പെട്ട് കയറി വന്നാൽ കുടുംബത്തിൽ എന്ത് കിട്ടും? വീട് കിട്ടുമോ? ജോലി കിട്ടുമോ? നന്മ വേണോ? അനുഗ്രഹം വേണോ? ഇതാരാ പറയുന്നത്? ഭൂമിയിലുള്ളത് ചിന്തിക്കുന്ന വിശുദ്ധന്മാരാ. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ അനുഭവത്തിൽ കൂടെയാണോ ഞാനും നിങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്? എങ്കിൽ നിത്യതയുടെ വാതിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ, ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ, ഉയരത്തിലെ ദൈവപ്രവർത്തികൾ നിങ്ങൾ ഇന്ന് പകൽക്കാലം മുതൽ അനുഭവിക്കുവാനിടയാകും. വീണ്ടും പൗലൂസ് പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. വിശുദ്ധ ജനം ചിലരോട് അകന്നു മാറാനുള്ള കാര്യം എന്താണ്? അകന്നു മാറി നിൽക്കാനുള്ള കാര്യം എന്താണ്? അവിടെ കൺവെൻഷന് പോകുന്നില്ല, അവിടെ കൂട്ടായ്മയിൽ പോകുന്നില്ല, അവിടെ പരസ്യങ്ങളിൽ ചെന്ന് വീടുന്നില്ല. എന്തുകൊണ്ട്? ദ്വന്ദ്വപക്ഷം എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും ഭൂമിയിലുള്ളത് പറയുകയും ചെയ്യുന്നവരോട് നമ്മളുമായി യാതൊരു ബന്ധവും, വിശുദ്ധന്മാർക്ക് ഒരു ബന്ധവുമില്ല. ഉയരത്തിലുള്ള അന്വേഷിക്കുന്നവൻ, ഉയരത്തിൽ ചിന്തിക്കുന്നവരുമായി, ഈ ഭൂമിയിൽ ചിന്തിക്കുന്ന വിശുദ്ധന്മാരുമായി യാതൊരു ബന്ധവും വരാൻ പാടില്ല. ഇനി അകന്നു മാറുവിൻ. ഹല്ലേലൂയ. അകന്നു മാറി നിൽക്കണം. അവർ എന്ത് ചെയ്താലും നമ്മൾ അവരോട് കൂടെ ചേരരുത്. സ്തോത്രം. അതിന് കൈ കൊടുക്കരുത്. അവരുടെ കമ്മിറ്റിയിൽ നമുക്ക് വേണ്ട. അവർ ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നേ. അവർ ഭൂമിയിലുള്ളത് അന്വേഷിക്കുമ്പോൾ ഉയരത്തിൽ ഉള്ളത് അന്വേഷിക്കുന്ന വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മ വേദപുസ്തക അടിസ്ഥാനത്തിൽ തെറ്റാണ്. ഇനി നോക്കണം, ഇങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും നോക്കണ്ട. അവർ ക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്. ഇനി ഒരുപക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും അവരുടെ ലക്ഷ്യം, പൗലൂസ് പറയുന്നു, അവരുടെ വയറാണ്. വയറ് പോഷിപ്പിക്കുക, വയറ് നിറയ്ക്കുക, സമ്പത്ത് വർദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. പൗലൂസ് എത്രമാത്രം വ്യക്തമായി ഈ തലമുറയിൽ ഇന്ന് നടക്കുന്ന, നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളെ പൗലൂസ് വ്യക്തമായി വെളിപ്പെടുത്തി. ഇനി നോക്കണം, അവർ മുഖസ്ഥിതി പറയുന്നവരാണ്. മുഖസ്ഥിതി പറഞ്ഞ് പ്രവചിക്കും, മുഖസ്ഥിതി പറഞ്ഞ് പ്രസംഗിക്കും. ഓരോ സ്റ്റേജുകളിൽ ദൈവദാസന്മാരെ കണ്ടോ, ഓരോ അച്ചായന്മാരെ അങ്ങ് പൊക്കി വിടുക. മുഖസ്ഥിതി. ഓരോ അമ്മാമ്മമാരെ അങ്ങ് പൊക്കി വിടുക. കാരണം ഒന്നും അറിയണ്ടേ, അടുത്ത പ്രാവശ്യം സ്റ്റേജ് വേണമെങ്കിൽ ഇവിടെ പൊക്കണം, മുഖസ്ഥിതി പറയണം.
വേദപുസ്തകം പറയുന്നു, ഇങ്ങനെ മുഖസ്ഥിതി പറയുന്നവൻ ആരാ? ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. പൗലൂസ് പോയെടുത്തൊക്കെ അടുത്ത സ്റ്റേജിന് വേണ്ടി പ്രസംഗിച്ചില്ല. സ്തേഫാനോസ് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചു. ചെറുപ്പക്കാരനാ. ഒറ്റ പ്രസംഗത്തിൽ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. മതിയെന്നേ. യോഹന്നാൻ സ്നാപകൻ ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു, അവന്റെ തല ഛേദിക്കപ്പെടും. മതിയെന്നേ. ദൈവദാസനെ, ദൈവദാസിയെ, മുഖസ്ഥിതി പറയുന്ന നിങ്ങൾ ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നവരാണ്, ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവരാണ്, ദൈവ ഉയരത്തിലുള്ള ചിന്തിക്കുന്നവരല്ല. ഇനി നോക്കണം, സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്നു. അയ്യോ, മുൻപിൽ വന്നിരിക്കുന്ന പാവപ്പെട്ട ജനത്തെ വഞ്ചിക്കുന്നവർ, അനുഗ്രഹം പറഞ്ഞ് വഞ്ചിക്കുന്നവർ. അനുഗ്രഹം വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവം തരുന്ന അനുഗ്രഹം വാങ്ങിക്കുക. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവന് ഭൂമിയിലുള്ളത് സൗജന്യമായി ദൈവം കൊടുക്കും, അത് ഉറപ്പാണ്. ഇവിടെ നോക്കണം, ഭൂമിയിലുള്ള അന്വേഷിക്കുന്നവരുടെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. അവർ മുഖസ്ഥിതി പറയുന്നു. സാധുക്കളായിരിക്കുന്ന ഇവിടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു. സാധുക്കൾ എന്നുവെച്ചാൽ വചനമൊന്നും അറിഞ്ഞുകൂടാത്തവർ, വചനവുമായി യാതൊരു ബന്ധമില്ലാത്തവർ, യേശുവിന്റെ സ്നേഹത്തിലേക്ക് കണ്ട് ആരോ പറഞ്ഞു യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓടി വരുന്നവരുടെ മുഖസ്ഥിതി പറഞ്ഞ് വചനം കൊടുക്കാതെ, നിത്യതയുടെ വെളിപ്പാട് പറഞ്ഞു കൊടുക്കാതെ, നിനക്കൊരു സ്വർഗരാജ്യമുണ്ടെന്നും നിനക്കൊരു നിത്യമായ നരകത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഒരു പിശാചുണ്ടെന്നും അതിൽ നിന്ന് മാറ്റപ്പെടുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയുമെന്ന് പറയാതെ, സ്തോത്രം, സ്വന്തമായിട്ടുള്ള മുഖസ്ഥിതി പറഞ്ഞ്, സ്വന്തമായ ആശയങ്ങൾ പറഞ്ഞ്, ദ്വന്ദ്വപക്ഷങ്ങൾ പറഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനത്തെ നശിപ്പിച്ചു കളയുന്ന ഉപദേശിമാരോട് ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും. നോക്കണം, ഇനി പൗലോസ് പറയുന്ന 1 തീമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം, ദൂഷണം, ദുർസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തിയെ ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ദൈവഭക്തിയുടെ പേര് പറഞ്ഞ് ആദായ സൂത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയണമോ, പോള് ഒരു കോടീശ്വരനായ മനുഷ്യനാണ്. അവസാനം പോള് മരിക്കാൻ കിടക്കുമ്പോൾ ആരണ്ടോടോ പറഞ്ഞു വിട്ടുകയാണ്, എന്റെ നിജപുത്രനോടൊന്ന് പറയണം, പുതയ്ക്കാൻ ഒരു കമ്പനി, ആ ചർമ്മലിഖിതവും കൂടെ ഒന്ന് കൊണ്ടുവരണമേ. എവിടെ വെച്ച? കാരാഗ്രഹത്തിന്റെ ഉൾമുറിക്കകത്ത് വെച്ച്. ചില മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ തല ഛേദിക്കപ്പെടുമെന്ന് പൗലൂസിനറിയാം. എന്ന് വെച്ചാൽ പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും നിത്യതയുടെ വെളിപ്പാട് കണ്ടവന് ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ദൈവഭക്തിയെ ആദായ സൂത്രമാക്കിയില്ല. നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങളുടെ പ്രവാചകന്മാർ, നിങ്ങളുടെ ഉപദേഷ്ടാക്കന്മാർ ഭൂമിയിലുള്ളതാണോ അന്വേഷിക്കുന്നത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കണമെന്ന് തെളിയിക്കണമെങ്കിൽ ഒറ്റ തെളിവേ ഉള്ളൂ, അവർ ദൈവഭക്തിയെ ആദായ സൂത്രമാക്കുന്നു. ഇതൊരു ആദായമായി മാറി. സുവിശേഷം ഒരു ബൈബിൾ എടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നത് ആദായ സൂത്രമാക്കി മാറ്റി. ദൈവം കൊടുത്ത ആത്മാക്കളെ നേടാൻ കൊടുത്ത കൃപാവരങ്ങൾ ആദായ സൂത്രമാക്കി മാറ്റി. ചിലരൊക്കെ അനുഗ്രഹങ്ങൾ ബ്ലോക്ക് ചെയ്യാറുണ്ട്. എന്നാൽ നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ചവൻ പറയും, നീ ഈ ഭൂമിയിൽ ആരുടെയൊക്കെ എന്റെ അനുഗ്രഹം ബ്ലോക്ക് ചെയ്താലും, പക്ഷേ നിത്യതയുടെ വെളിപ്പാടിനെ ബ്ലോക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ആർക്കും കഴിയില്ല. ഇതാണ് ഉയരത്തിൽ നോക്കുന്നവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? വയറ്റിപ്പിഴപ്പിന് വേണ്ടി ആദായ സൂത്രം, ഹല്ലേലൂയ, മുഖസ്ഥിതി പറച്ചില്, ഇതൊക്കെ ഉള്ളവരോട് നിങ്ങൾ പറയണം, നിങ്ങൾ ഈ ഭൂമിയിലുള്ളതാണ് ചിന്തിക്കുന്നത്, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നില്ല. ഇനി അവസാനമായി 1 യോഹന്നാന്റെ ലേഖനം 2:14, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത്
എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ വരുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയിലുള്ളത് ജഡമോഹം, കൺമോഹം, ജീവന്റെ പ്രതാപം. ആത്മീയ ലോകം മുഴുവൻ ഇത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ അന്യഭാഷ പറയുന്നു, അവർ കൈയടിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഇങ്ങനെ ഉള്ളവരുടെ സ്വഭാവം എന്താണ്? ഭൂമിയിലുള്ളത് അവർ അന്വേഷിക്കുന്ന വിശുദ്ധന്മാരാണ്. ഞാൻ എൻ്റെ വാക്ക് നിർത്തിക്കോട്ടെ. നമ്മൾ ഇതിൽ ഏതിൽ നിൽക്കുന്ന വിശുദ്ധന്മാരാണ്? ഉയരത്തിൽ അന്വേഷിക്കുകയും ഉയരത്തെ ചിന്തിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരാണെങ്കിൽ അനുദിനം നിത്യതയുടെ വെളിപ്പാട് കൊണ്ട് ഓരോ നിമിഷവും ഹൃദയം നിറയും. എന്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് ദൈവസന്നിധിയിൽ കരയും നിലവിളിക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളു മുഴുവനും പ്രിയനുമായുള്ള വാസത്തെ ഓർക്കുമ്പോൾ പ്രത്യാശ ഏറിടുന്നേ. ഭക്തൻ വെറുതെ വൈറലാകാൻ പാടി എഴുതിയ പാട്ടല്ല, തൻ്റെ ഹൃദയത്തിനകത്ത് നിറയപ്പെട്ട പാട്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ഭക്തന്മാർ പാടിയ അനേക പാട്ടുകളുണ്ട്. ഭാഗ്യനാട്ടിൽ ഞാൻ പോകും, ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടൊന്നിച്ച് എൻ്റെ പ്രിയനെ ഞാൻ കാണും. ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയന്റെ മാർവിൽ ചാരിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്യും. ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ഭൂമിയിലുള്ളത് അന്വേഷിക്കരുത്. പ്രത്യേകിച്ച് ദൈവദാസന്മാരോട് താഴ്മയായി ഞാൻ പറയുന്നു, ഭൂമിയിലുള്ളത് അന്വേഷിച്ച് നടക്കരുത്. ഭൂമിയിലുള്ളത് മാത്രം ദൈവജനത്തോട് പറയരുത്. നിങ്ങൾ ദൈവസ്ഥനിൽ ന്യായവിധിക്ക് ഹൈറുവായി തീരും. നിങ്ങൾ ദൈവസ്ഥനിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനത്തെ ഭൂമിയുടെ നന്മ പറഞ്ഞ് മാത്രം ഉറപ്പിച്ചുകൊണ്ട് നിത്യ വെളിപ്പാടിനെ തകർത്ത് കളയാൻ ശത്രു അനേകരെ വഞ്ചനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ദൈവദാസനെ, നിങ്ങൾക്ക് കിട്ടിയ 10 വിശ്വാസി, നിങ്ങൾ കിട്ടിയ 1000 വിശ്വാസി, നിങ്ങൾ കിട്ടിയ 100 വിശ്വാസി, അതിനെ നഷ്ടപ്പെടുത്തരുത്. അവരെ ഉയരത്തുള്ളത് ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കണം. ഉയരത്തുള്ളത് അന്വേഷിക്കാൻ നിങ്ങൾ അവരെ പരിചയപ്പെടുത്തണം. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല. നമുക്കറിയാം, ഭൂമിയിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് ഇന്നത്തെ യോഗങ്ങളെല്ലാം, ഉപവാസ പ്രാർത്ഥനകൾ ഭൂമിയിലുള്ളത് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞുകൊടുത്ത് ഉപവസിപ്പിക്കുന്നവരാണ്. 21, 40, 7, 14 ഒത്തിരി നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ഭൂമിയുള്ളതല്ല. ഉയരത്തിലുള്ള ഒരുത്തൻ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഭൂമിയിലുള്ളത് ദൈവം തരുവാനിടയാകും. കർത്താവ് പറഞ്ഞു, അന്നന്ന് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. അന്നന്ന് എന്ത് ആവശ്യമുണ്ടോ, മക്കൾക്ക് എന്താ, അത് ദൈവം തരും. നമ്മൾ ഇറങ്ങിയ മാർഗം സാധാരണ മാർഗമല്ല. ഉലകം മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മക്കളായി ഞാനും നിങ്ങളും തീർന്നിരിക്കുമ്പോൾ നമ്മൾ എന്തിന് ഭയപ്പെടണം? എന്തിന് വ്യാകുലപ്പെടണം? നമ്മൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിച്ച് എന്തിനു നടക്കണം? ദുഃഖിക്കാനുള്ള കാര്യം ഈ ഭൂമിയിലുള്ളത് അന്വേഷിക്കുമ്പോഴാണ്. ഈ ഭൂമിയിലുള്ളതിനെ നമുക്ക് മറക്കാം, ഉയരത്തിലുള്ളതിനെ നോക്കാം. എത്ര ദിവസവും കൂടെ മാത്രം, ചില മണിക്കൂറുകൾ മാത്രമല്ല നമ്മുടെ ലൈഫ്. എന്ന് പോകുമെന്ന് ആർക്കറിയാം? എത്ര മണിക്കൂർ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഇവിടുന്ന് പോകുന്നേ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. പൗലൂസിനെ പോലെ നമുക്ക് ഉറച്ച വിശ്വാസത്തോടുകൂടെ ഭൂമിയുള്ളത് അന്വേഷിച്ച് നടക്കരുത്. മുഖസ്ഥിതി പറയുന്നവരുടെ കൂട്ടത്തിൽ പോകരുത്. ചക്കരവാക്ക് പറയുന്നവരുടെ കൂട്ടത്തിൽ പോകരുത്. കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പോകരുത്. ശരീരത്തെയും ജഡത്തെയും സൂചിപ്പിക്കുന്ന പ്രസംഗങ്ങളും പ്രവചനങ്ങളും കേൾക്കുമ്പോൾ അതിൽ വീണു പോകരുത്. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന ചിന്തിക്കണം. ഉയരത്തിൽ അന്വേഷിക്കുന്ന നിങ്ങൾ പോകണം. അവിടത്തേക്ക് നിങ്ങൾ ഒരുക്കപ്പെടണം. പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ച് കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രസംഗിച്ച അടിയനും കേട്ട നിന്റെ കുഞ്ഞുങ്ങളും നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണം. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഈ ഭൂമിയിലുള്ളത് മാത്രം കേട്ട് ഞങ്ങളുടെ ചെവി കുളിർത്തിരിക്കുമ്പോൾ, ഞങ്ങളുടെ മനസ്സ് ഈ ഭൂമിയിലുള്ളത് മാത്രം കേട്ട് ഞങ്ങളുടെ ചിന്തയും അന്വേഷണവും ഇവിടെ നടക്കുമ്പോൾ, ഉയരത്തെക്കുറിച്ചുള്ള ചിന്താബോധം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവേ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനും ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ അവിടെ ഹൃദയത്തെ ഒരിക്കൽ കൂടി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നുവെങ്കിൽ കർത്താവെ, അവിടുന്ന് ചേർത്തണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ മക്കളുടെയും ഉള്ളറയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഈ സമയത്ത് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഒത്തിരി ആവശ്യങ്ങൾ, ഒത്തിരി വേദനകൾ, ഒത്തിരി കണ്ണുനീരുകൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്ന വിശുദ്ധന്മാരുണ്ട് കർത്താവേ. എന്നാൽ അതിന്റെ നടുവിലും ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനുള്ള ദൈവകൃപ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് ഉയരത്തിലുള്ളത് അന്വേഷിക്കാം, ഭൂമിയിലുള്ളതിനെ വിടാം. ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളത് ദൈവം സൗജന്യമായി തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.